നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനും വേണോ? പെണങ്ങണ്ട, ഇതും കൂടി കഴിച്ചോ. അച്ഛൻ എന്തായി കാട്ടുന്നേ? അതിന് ഞാനൊന്നും കാട്ടിയില്ലല്ലോ. ഇത് ഹൈജീനിക് ആണെന്ന് എന്താ ഉറപ്പ്? പിന്നെ എന്ത് പിന്നെ? അമ്മ തന്നെയല്ലേ എപ്പോഴും പറയുന്ന വഴിവെക്കിന്നൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. അതെ, ഹൈജീനിക് ആവില്ലെന്ന്. അതെ, അത് പിന്നെ മക്കളെ വല്ലപ്പോഴൊക്കെ കഴിക്കാം. ആഹാ, അതെങ്ങനെയാ ശരിയാവുന്നേ? അതെ, റൂളായിരിക്കണം. എന്റെ മക്കളെ, അച്ഛൻ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അച്ഛൻ ഇപ്പൊ ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. അത് പിന്നെ മക്കളെ വല്ലപ്പോഴൊക്കെ കഴിക്കാം. ആഹാ, അതെങ്ങനെയാ ശരിയാവുന്നേ? അതെ, റൂളായിരിക്കണം. എന്റെ മക്കളെ, അച്ഛൻ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. അച്ഛൻ ഇപ്പൊ ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. മക്കളെ, ചെറിയൊരു ഒഴിവ് കഴിവ് താടാ പ്ലീസ്. പറ്റില്ല, അല്ലെങ്കിൽ എത്തുവിടണം. എടി മോളെ, ഞാനൊരു കളക്ടറാ. കളക്ടർക്ക് എന്താ എത്തുവിട്ടോ? അതെ, കളക്ടർക്കൊക്കെ എത്തുവിടാൻ പറ്റില്ലേ? മോളെ, ഏത് കളക്ടർക്കും ഒരു അബദ്ധമൊക്കെ പറ്റും. എടോ, തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതാ ഇത്രയൊന്നും പഠിക്കാൻ പോണ്ടെന്ന്. എനിക്ക് പാനിപൂരി അടക്കം എന്ത് വേണമെങ്കിലും കഴിക്കാം. അതാണ് രുചി കേട്ടോ. കുറച്ചുകൂടി എരിയാവായിരുന്നു. ഇതെന്തു ജീവിതം? അമ്മയ്ക്ക് കൊടുക്ക്. കണ്ണക്ക അതെ, ഇതാ ഹൈജീനിക്കല്ല. കുഴപ്പമില്ല. അതല്ല മക്കളെ, ഇത് കളക്ടർക്ക് കഴിച്ചൂടാ. സാരമില്ല. ഈയടാ, അത് ശരി, പറ്റൂല. ആഹാ, അമ്മ മക്കളൊന്നായി. ആഹാ, എന്ത് നല്ല ടേസ്റ്റാ. ആഹാ, അറ്റാക്ക്. അച്ഛനും വേണോ? പെണങ്ങണ്ട, ഇതും കൂടി കഴിച്ചോ. മേഡം, മേഡം,
എന്തു പറ്റി? ഒന്നുമില്ല. ഓ, മാഡം, ഞാൻ പോയി കണ്ടാ മതിയോ മാഡം? ഏയ് വേണ്ട. എന്താ കാര്യം? കമ്മീഷണർ ഓഫീസിൽ നിന്നാ മാഡം. ലുക്കൌട്ട് നോട്ടീസിന് ആ കൊലക്കേസ് പ്രതിയുടെ രേഖാചിത്രം കൊടുക്കാൻ വേണ്ടിയാ. ആ, ഇങ്ങ് തന്നാ മതി. താങ്ക് യു മാഡം. മാഡം, പോവാം. എത്രയായി? 30. അനു, ആ, വിജയൻ ചേട്ടൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ? ഓ, അതൊന്നും സാരമില്ലെന്നേ. ഞങ്ങള് ദല്ലാളന്മാരെന്ന് പറഞ്ഞാലേ കാത്തു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാ. ഒരു കല്യാണം ആലോചിക്കാനും അത് നടത്താനുമായിട്ടൊക്കെ എവിടെ വരെ പോണം? നമ്മൾ എത്ര പേരെ കാത്തു നിൽക്കണം? ചെറുക്കനെ കാണാനാണെങ്കിൽ അവന്റെ സൗകര്യം, ഇനി പെണ്ണിനെ കാണാനാണെങ്കിലും അവളുടെ സൗകര്യത്തിന് നിൽക്കണം. കല്യാണം നടത്താൻ രണ്ടു കൂട്ടരുടെയും സൗകര്യം നോക്കണം. അങ്ങനെ എവിടെയെല്ലാം കാത്തു നിന്ന് മടുത്തിട്ട അവസാനം കല്യാണം നടക്കുക. ഒടുക്കം ദല്ലാൾ ഫീസ് കിട്ടണമെങ്കിൽ അതിനും കാത്തു നിൽക്കണം. 5-10 മിനിറ്റ് കൂടുതൽ മാഡത്തെ കാത്തു നിൽക്കുന്നത് കണക്കിപ്പെടുത്തണോ? അത് നിസ്സാരം. എന്തായാലും അധികം കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് നടക്കുന്നൊരു കല്യാണ കോളും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇത് നടന്ന ചെക്കൻകൂട്ടരുടെ വീതമായും പെൺകൂട്ടരുടെ വീതമായും നല്ലൊരു തുക ആ പോക്കറ്റിലോട്ട് വീഴും. ഓ, കേക്കാൻ തന്നെ എന്തു സുഖം. അങ്ങനെ വല്ല കല്യാണവും നടക്കും? നടക്കും. വരൻ നമ്മുടെ വിഷ്ണു, സത്യഭാമയുടെ മകൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.